രാവിലെ തന്നെ പുറത്തൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷമാണ് കുക്കിങ്ങിലേക്ക് വന്നത്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് പുറത്തെ കിച്ചണിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ഞങ്ങളെ പുറത്തുള്ള കിച്ചണാണ്. അപ്പോൾ ഇന്ന് മുട്ടക്കറിയും പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. പത്തിരി തലേന്ന് തന്നെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ തേങ്ങയൊക്കെ ഒന്ന് ചിരകി എടുക്കുകയാണ്. ഫ്രഷ് തേങ്ങ ചിരകി എടുത്തിട്ട് അപ്പം തന്നെ അരച്ചൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ. നമ്മൾ സാധാരണ കുറേ ചിരകിയിട്ട് എടുത്ത് വെക്കും, എന്നിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുക ചെയ്യാറ്. അങ്ങനെ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ കഴുകിയതിന് ശേഷം അരിഞ്ഞെടുത്ത് തേങ്ങയിൽ 2 ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ്. വെളിച്ചെണ്ണയിലാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. വലിയുള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടതിന് ശേഷം കുറേശ്ശെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ച് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത്ര പണിയുള്ളൂ മുട്ടക്കറി ഉണ്ടാക്കാൻ. ഇനി ഇതിലേക്ക് പത്തിരി ഒന്ന് ചുട്ട് എടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആമസോണിൽ നിന്ന് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബ്രഷാണ്. ഇത് ഞാൻ പുട്ടും കുറ്റിയുടെ ഉള്ളും ബോട്ടിലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്ന സ്റ്റോറേജ് കണ്ടെയ്നേഴ്സാണ്. ഇത് ഞാനൊരു അടുത്ത് അബുദാബിയിലുണ്ട്. അത് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഒന്ന് ഇവിടെയും വാങ്ങിയതാണ്. അതുപോലെ തന്നെ സ്പാറ്റുല സെറ്റാണ്, സിലിക്കോണ്ടതാണ്. ഇതൊക്കെ 500 രൂപേൻ്റെ താഴെ റേറ്റുള്ള സാധനങ്ങളാണ് കേട്ടോ. അത് വെക്കാനുള്ള ഒരു കണ്ടെയ്നറും. ഇനി ഇതൊരു സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡാണ്. ഞാൻ വുഡൻ കട്ടിംഗ് ബോർഡ് വാങ്ങിയപ്പോൾ ഇവിടുന്ന് ഭയങ്കരമായിട്ട് ഫംഗസ് പിടിക്കുക. അപ്പം വെളിച്ചെണ്ണ തേച്ച് വെക്കാറാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് വാങ്ങിയതാണ്. ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ.